ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റീസെന്റ് ആയിട്ട് ഇക്കൊല്ലം തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ബോൺ അപ്പറ്റൈറ്റ് യുവർ മജസ്റ്റി എന്ന ഒരു ഓൺഗോയിങ് സൗത്ത് കൊറിയൻ ഫാന്റസി റൊമാൻറ്റിക് ഡ്രാമയാണ്. ഈയിടെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഡ്രാമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്താന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് ഇയർ ആയിട്ടുള്ള 2025 ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഷെഫ് ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് ഡെക്കേഡ്സ് മുമ്പുള്ള ജോസിയൻ ഇറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്നും ഇങ്ങനെയാണ് അവൾ അങ്ങനെ ടൈം ട്രാവൽ ചെയ്തെന്നും അതിന് പുറകിലുള്ള ഒരു സ്റ്റോറിയൊക്കെയാണ് ഈ ഒരു ഡ്രാമയിലൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് ലാഗ് അടുപ്പിക്കാതെ നേരെ ഫസ്റ്റ് എപ്പിസോഡ് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ജോസിയൻ ഏറയുടെ ഒരു കാലഘട്ടത്തില് ഇവിടെ നായികയായിട്ടുള്ള യോൻജീനെ ഒരുപാട് സോൾജിയേഴ്സ് ഒക്കെ പിടിച്ചുകൊണ്ട് നേരെ കിങ്ങിന്റെ പാലസിലേക്ക് പോകുന്നുണ്ട്. കാരണം തലേ ദിവസം അവൾ എന്തോ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഡിഷ് കിങ്ങിന് ഉണ്ടാക്കി കൊടുത്തു എന്ന കുറ്റം ചുമത്തിയിട്ടാണ് ഇപ്പൊ ആ സോൾജിയേഴ്സ് ഒക്കെ അവളെ ഈ കിങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു സമയത്തെ കിങ് ആയിട്ടുള്ള ഈഹോൻ എന്ന് പറഞ്ഞ നമ്മുടെ കഥയിലെ നായകനിപ്പോ അവളെ കാണുമ്പോൾ തന്നെ ആകെ ദേഷ്യത്തിൽ വന്ന് അവന്റെ വാളൊക്കെ എടുത്തിട്ട് അവളുടെ എതിരെ നടക്കുന്നുണ്ട്. ഈ ഒരു സമയം അവിടെ ചുറ്റുമുണ്ടായിരുന്ന മിനിസ്റ്റേഴ്സൊക്കെ അവൾ ഈ ചെയ്തത് വലിയൊരു തെറ്റാണെന്നും അവളെ കൊല്ലാനായിട്ടും പറയുമ്പോൾ കിങ് ആയ ഈഹൺ ഇപ്പോ അവന്റെ വാളെടുത്ത് അവളെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയറുകളൊക്കെ വെട്ടിമാറ്റി ഇന്ന് മുതൽ നമ്മളുടെ ഈ ഒരു റോയൽ കിച്ചണിലത്തെ ഷെഫ് അവളായിരിക്കുന്നു. പക്ഷെ എങ്ങാനും തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ഡിഷ് അവൾ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഉണ്ടാക്കി തന്നെ വീണ്ടും കിങ്ങിന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലോ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുമെന്ന് ഇപ്പൊ കിങ് ആയിട്ടുള്ള ഈഹൺ പറയുന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ ഈ കാണുന്ന യോൻജി നമ്മുടെ പ്രസന്റ് ഇയർ ആയിട്ടുള്ള 2025 നിന്ന് ടൈം ട്രാവൽ ചെയ്ത് ജോസിയൻ എറയിലേക്ക് വന്നിരിക്കുന്ന ഒരു ആളാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തനിക്ക് തിരിച്ച് തന്റെ വർഷമായിട്ടുള്ള 2025 പോവാനും അത്രയും നാളെങ്കിലും ജീവനോട് ഇരിക്കാനും വേണ്ടിയിട്ട് ഇപ്പൊ കിങ് പറഞ്ഞ ഒരു കാര്യത്തിന് അവൾ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് എങ്ങനെയാണ് അവൾ ടൈം ട്രാവൽ ചെയ്തേ എന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളെ കാണിക്കുന്നത്. അതില് 2025 യോൻജി ഇപ്പോ ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷന് ഷെഫായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഒരു കോമ്പറ്റീഷനിൽ അവൾ ജയിക്കുകയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജോബും ക്യാഷ് അവാർഡും നല്ല റെക്കഗ്നിഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു കോമ്പറ്റീഷനിൽ ജയിച്ച് അവളുടെ ഡ്രീം ജോബ് നേടിയെടുക്കണം എന്നുള്ള ഒരു ഡെഡിക്കേഷനിലൂടെ തന്നെ അവള് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനിടയ്ക്കാണ് അവളുടെ സ്റ്റൗവ് ഇടയ്ക്ക് വെച്ച് കംപ്ലൈന്റ് ആവുന്നതുകൊണ്ട് അവൾക്ക് ഫുഡ് മരിക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റാതെ അത് ഇൻകംപ്ലീറ്റ് ആവാണ്. മാത്രമല്ല ഇനി വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളതുകൊണ്ട് അവളിപ്പോ പണ്ട് കാലത്ത് ആൾക്കാർ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലെ വൈക്കോലൊക്കെ കത്തിച്ച് ആ ഒരു ചൂടില് അവളുടെ മീറ്റ് വെച്ച് കുക്ക് ചെയ്ത് വളരെ യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലില് അതിനെ പാചകം ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ടൈറ്റ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ അവളുടെ ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ആ ഒരു സ്കില്ലും ഉണ്ടോ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡിഷസിനെയും വെച്ച് ഏറ്റവും അട്രാക്റ്റീവും ഏറ്റവും ടേസ്റ്റ് ഉള്ളതും അവളുടെ ഡിഷിനായിരുന്നതുകൊണ്ടും അവള് തന്നെ ആ ഒരു നാഷണൽ കോമ്പറ്റീഷനിലെ വിന്നർ ആകുന്നുണ്ട്. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന അവളുടെ അച്ഛനെ വിളിച്ച് ഇന്ന് തന്നെ താൻ തിരിച്ച് കൊറിയയിലേക്ക് തിരിച്ചു വരികയാണെന്നും അവൾക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ സന്തോഷമൊക്കെ അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവളുടെ അച്ഛനാകട്ടെ ഫ്രാൻസിൽ നിന്ന് വരുന്ന സമയത്ത് കൊറിയയിലെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു ബുക്ക് അവിടെയുള്ള അവളുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവുന്നു. സോ അതും കൂടി കളക്ട് ചെയ്ത് ഇവിടേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവള് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കൊറിയൻ ഡൈനാസ്റ്റിയുടെ തന്നെ ഒരു ബുക്ക് കളക്ട് ചെയ്തിട്ട് അതും കൊണ്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഇന്ന് ഒരു സോളാർ എക്ലിപ്സ് ഉണ്ടെന്നും ഫ്ലൈറ്റിലുള്ള പാസഞ്ചേഴ്സിന് അതിനെ നേരിട്ട് തന്നെ കാണാൻ പറ്റുമെന്നും പൈലറ്റൊക്കെ പറയുന്ന കേട്ട് അവൾ വളരെ എക്സൈറ്റഡ് ആകുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ അവളുടെ അപ്പുറത്തിരുന്ന ഒരാള് അവളുടെ കോഫിയൊക്കെ തട്ടിക്കളയുമ്പോൾ അതൊക്കെ ആ ഒരു ബുക്കുമയ്ക്കും അവളുടെ മേത്തും വീണിട്ട് ഇത്രയും വർഷം പഴക്കമുള്ള ആ ഒരു ബുക്കിന് ഒന്നും തന്നെ പറ്റാതിരിക്കാനായിട്ട് അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവളിപ്പോ നേരെ ആ ഒരു ബുക്കും കൊണ്ട് നേരെ ബാത്റൂമിലേക്ക് വന്ന് അതിന്റെ ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവള് ഒരു കോഫി വീണ് ബുക്കിന് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ നോക്കി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അതിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ലവർ ഈ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ തന്റെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം വായിച്ചിട്ട് ഇതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു നോവലാണോ എന്ന് അവൾ ചിന്തിച്ചിരിക്കെ തന്നെ പുറമെ നമ്മളെ കാണിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഒരു സോളാർ എക്ലിപ്സിന്റെ സമയമായിരുന്നു. അങ്ങനെ ഇപ്പൊ കറക്റ്റ് അവരുടെ ആ ഒരു സൂര്യൻ ഇരുണ്ടു പോകുന്ന സമയത്ത് ആ ഒരു ബുക്കിൽ നിന്ന് ഒരു പ്രത്യേകതരം വെളിച്ചം വന്ന് ഒരു ബാത്റൂം ഫുള്ള് മാറിപ്പോയിട്ട് അവിടെ ഫുള്ള് വളരെ വയലന്റ് ആയി ഷേക്ക് ആയിട്ട് അവൾ പെട്ടെന്ന് എങ്ങോട്ടോ ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവിടെ നടന്ന ഡിസ്റ്റർബൻസിൽ അവൾ ടെലിപ്പോർട്ട് ചെയ്തിട്ട് ജോസിയൻ എറയിലുള്ള ഒരു കാട്ടിൽ വന്ന് വീഴുന്നുണ്ടെങ്കിലും അവളുടെ പുറകെ തന്നെ വലിയ ഒരു വല വന്ന് അവളെ അതിനകത്ത് ട്രാപ്ഡ് ആക്കുന്നുണ്ട്. ശരിക്കും ഇപ്പൊ അവള് ടൈം ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത് ജോസിയൻ എറയിലേക്ക് ആയതുകൊണ്ടും അവിടുത്തെ കിങ് ആയിട്ടുള്ള ഇഹണിപ്പോ ആ ഒരു കാട്ടിലേക്ക് ഹണ്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇപ്പോ അവൻ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവന്റെ ചെറുപ്പത്തില് അവന്റെ അമ്മേനെ അന്നത്തെ കിങ് പാലസിന് പുറത്താക്കി ബാൻ ചെയ്തതും ഇതൊക്കെ കണ്ടിട്ടും ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ട ഒരു മെമ്മറി ഒക്കെ അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ അവന്റെ മുമ്പിൽ കൂടെ പോയ ഒരു മാനിനെ കറക്റ്റ് ആയിട്ട് ഹണ്ട് ചെയ്ത് താഴെ വീഴ്ത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ കിങ്ങിന്റെ ഒപ്പം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു യൂണിച്ച് വന്നിട്ട് അവന്റെ അടുത്ത് ഇന്ന് ദി സോളാർ എക്ലിപ്സ് ആണെന്നും ഈ സമയത്ത് കിങ്ങുമാര് അങ്ങനെ ഹണ്ട് ചെയ്യാൻ പോകാൻ പാടില്ലെന്നും മാത്രമല്ല ഇത്രയും ലേറ്റ് ആയിട്ട് അവനിങ്ങനെ ഹണ്ട് ചെയ്യാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അവൻ
എതിരെ അവൻ ആക്രമിക്കാനായിട്ട് നിൽക്കുന്ന റിബൽസ് ഒരു പക്ഷെ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് എത്തിയാലോ എന്നും പറയുമ്പോൾ അതൊന്നും കേൾക്കാണ്ട് ഹണ്ടിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കിങ് ആയിട്ടുള്ള ഈഹൻ. അങ്ങനെ അവര് സംസാരിച്ചൊക്കെ തന്നെ ഇപ്പോ അവിടെയും ഒരു സോളാർ എക്ലിപ്സ് നടക്കുമ്പോൾ അവന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഗാർഡ് വന്ന് ഇപ്പൊ കിങ് ആയിട്ടുള്ള ഈഹോന്റെ അടുത്ത് മൂനശ് പറഞ്ഞത് ശരിയാണെന്നും ഇന്നത്തെ ഒരു ദിവസം ഹണ്ട് ചെയ്ത് നടക്കുന്നത് ശരിയല്ലെന്നും അങ്ങനെ അവൻ നമ്മുടെ ഒരു റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഒരു പോസ്റ്റിനെ അവർ ഫേസ് ചെയ്യേണ്ടി വരുമെന്നും ഒരു ഗാർഡ് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണെന്നും അവൻ എന്തിനേയും ഫേസ് ചെയ്യാൻ റെഡിയാണെന്നും അവൻ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് ഒരു ഫോക്സ് എത്തുമ്പോൾ കിങ് ആയിട്ടുള്ള യോഹനപ്പോ അതിനെ പിന്തുടർന്ന് പോകുന്നുണ്ട്. ആ ഫോക്സ് ആകട്ടെ ഇപ്പൊ ഓടിപ്പോകുന്നത് നമ്മളുടെ യോൻജി വെട്ടുകിടക്കുന്ന നമ്മുടെ യോൻജിയുടെ അടുത്തേക്ക് ആയിരുന്നു. യോൻജി ആകട്ടെ ഇത്ര നേരം ബാത്റൂമിലായിരുന്ന താൻ പെട്ടെന്ന് എങ്ങനെയാണ് ഈ കാടിന് നടുവിൽ എത്തിയെന്ന് അറിയാണ്ട് സിഗ്നലില്ലാത്ത തന്റെ ഫോൺ നോക്കി ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന നേരത്തെ തന്നെ അവളുടെ ചുറ്റുമായിട്ട് കുറെ ആരോസ് ഒക്കെ എറിഞ്ഞിട്ട് നേരെ ഈഹൻ എത്തുന്നുണ്ട്. മാത്രമല്ല ശരിക്കും നമ്മുടെ യോൻജി ഇപ്പൊ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണെന്ന് രണ്ടുപേർക്കും അറിയാത്തോണ്ട് തന്നെ അവരുടെ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ രണ്ടുപേർക്കും പരസ്പരം വളരെ വിയോർഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഈഹോനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇതുപോലെ ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്ന ഒരു പെണ്ണിനെ അവൻ ലൈഫിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതേ നേരം ഒരു രാജാവിന്റെ കോസ്റ്റ്യൂമിൽ എത്തുന്ന ഈഹനെ കാണുമ്പോൾ ഏതോ ഫിലിമിന്റെ ഒരു സെറ്റിന്റെ ഭാഗമായിട്ട് അവൻ ഇട്ടിരിക്കുന്ന ഒരു കോസ്റ്റ്യൂം ആണെന്നും അവൻ എന്തോ ഒരു ആക്ടറൊക്കെ ആയിരിക്കുന്നതാണ് അവള് വിചാരിക്കുന്നെങ്കിലും പെട്ടെന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങളില് ഗോസ്റ്റുകള് പേരാകും എന്ന് അവന്റെ ഗാർഡ് പറഞ്ഞ കാര്യം ഇപ്പോൾ ഈഹൻ ഓർമ്മ വന്നിട്ട് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഈ ഒരു ലുക്കിലും വേഷത്തിലൊക്കെ നിൽക്കുന്ന അവളെ ഒരു ഗോസ്റ്റ് ആയിട്ട് അവൻ തെറ്റിദ്ധരിച്ച് അവളെ അവിടെ നിന്ന് ആരോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് അവളെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരത്ത് ഇവനെന്താ വല്ല പ്രാന്തിന്റെ കുഴപ്പമുണ്ടോ എന്ന് ആലോചിച്ച് അവളും അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് അങ്ങനെ ഓടി അവള് ഒരു കൊക്കയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവളിപ്പോ അവളുടെ ബാഗിൽ നിന്ന് ഇലക്ട്രിക് ഗണ്ണൊക്കെ എടുത്തിട്ട് അവളെ അമ്പ് ചെയ്ത് വീഴ്ത്താനായിട്ട് നിൽക്കുന്ന ഈഹനെതിരെ പിടിക്കുമ്പോൾ അവൾ എന്തോ ശരിക്കും വലിയ പ്രേതമാണെന്നും ഒരു പ്രേതത്തിന്റെ വെപ്പണാണ് ആ ഒരു ഗണ്ണെന്നും അവൻ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ ഈ ഇലക്ട്രിസിറ്റി പോലും ഉണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെ അവള് വളരെ ദേഷ്യത്തോടെ തന്നെ ഈഹന്റെ അടുത്ത് നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്നും എന്തിനാണ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നൊക്കെ വളരെ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ എന്നോട് ഇത്രയും സൗണ്ട് ഉയർത്തി സംസാരിക്കാനായിട്ട് അവൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ദേഷ്യത്തില് വീണ്ടും കിങ് ആയിട്ടുള്ള ഈഹണ് ദേഷ്യം കൂടി വരുന്നുണ്ട്. അവളാകട്ടെ അവളുടെ മുമ്പിൽ നിൽക്കുന്നത് ശരിക്കത്തെ ഒരു കിങ് ആണെന്ന് അറിയാണ്ട് അവളുടെ വായിൽ വരുന്ന എല്ലാ ചീത്തയും അവനെ വിളിച്ചുകൊണ്ട് വിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഇടയ്ക്ക് വെച്ച് അവൻ അവളുടെ ബാഗും അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇലക്ട്രിക് ഗണ്ണും പൊട്ടിത്തെറിപ്പിക്കുന്ന കാരണം അതിപ്പോ നേരെ താഴെയുള്ള പുഴയിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഏറ്റവും അവസാനം അവൻ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്ന അതേ സമയത്ത് തന്നെ പുറകിൽ നിന്ന് ഈഹണ് എതിരായിട്ട് വന്ന റിബൽസ് അവനെ എയിം ചെയ്ത് അമ്പ് എഴുമ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ മേത്തേക്ക് വീണിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി താഴെ കാണുന്ന ആ ഒരു പുഴയിലേക്ക് വീണ് പോകുന്നുണ്ട്. നേരം തന്നെ ഇപ്പൊ അവന്റെ സോൾജേഴ്സ് ഒക്കെ അവിടേക്ക് എത്തിയിട്ട് അവൻ എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കി അവൻ അന്വേഷിച്ച് പോകുന്നുണ്ട്. മാത്രല്ല അവൻ താഴേക്ക് തട്ടിക്കളഞ്ഞ അവളുടെ ആ ഒരു ഹാൻഡ് ബാഗും അതിലുണ്ടായിരുന്ന അവൾ ഈ ടൈം ട്രാവൽ ഒക്കെ ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു ബുക്കും അതിൽ കിടക്കുന്നതും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ താഴേക്ക് വീണിട്ടുണ്ടായിരുന്ന യോൻജിയും ഈഹണും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കരയിൽ അങ്ങനെ കിടക്കെ തന്നെ ഈഹന്റെ നെഞ്ചിൽ കുത്തിത്തറിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അമ്പ് അവന്റെ ലൈഫിന് തന്നെ ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കി യോൻജി ഇപ്പൊ അവളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു മെഡിസിൻ ഒക്കെ എടുത്ത് അതൊക്കെ അവന്റെ മേത്ത് തേച്ച് അവന്റെ ബ്ലീഡിങ് നിർത്തിക്കൊണ്ടിരിക്കെ തന്നെ അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് വീണ്ടും അവൾ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഈ സമയത്ത് താനാണ് നിന്നെ രക്ഷിച്ചതെന്നും എന്നിട്ടും നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്നതെന്നും യോൻജി വളരെ ദേഷ്യപ്പെട്ട് തന്നെ അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ താൻ ഒരു കൺട്രിയിലത്തെ കിങ് ആണെന്നും എന്നെ തൊടാനായിട്ട് നിങ്ങൾക്ക് എന്ത് ധൈര്യം വന്നു അവനിപ്പോ യോൻജിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഈ കാലഘട്ടത്തില് ഏതെങ്കിലും കൺട്രിയിൽ കിങ് ഒക്കെ ഉണ്ടോ അതോ ഇനിയിപ്പം വല്ല സിനിമ കഥയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അവന് പ്രാന്ത് പിടിച്ചതാണോ എന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രല്ല അവളിങ്ങനെ വളരെ അവരോടുകൂടി ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന ഇങ്ങനെ അവളുടെ ഇടയിൽ വീണ്ടും ഒരു കത്തിക്ക് വേണ്ടിയുള്ള ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം യോൻജി ഇപ്പോ ഈഹണിനെ വെട്ടിയിട്ടിട്ട് അവളിപ്പോ ഇവിടെ നിന്നുള്ള എക്സിറ്റ് നോക്കി പോകുമ്പോ അവളുടെ ഒപ്പം കൂടെ അവനെയും കൂടി കൂട്ടുന്നുണ്ട്. ഇതേ നേരം പാലസിൽ കിങ് മിസ്സിംഗ് ആയ കാര്യം അറിഞ്ഞിട്ട് എല്ലാരും വളരെ പാനിക് ആകുന്നുണ്ട്. കൂട്ടത്തില് കിങ്ങിന്റെ ഒരു കോൺക്യുബൈൻ കൂടിയായിരുന്ന അബ്ജു എന്ന് പറഞ്ഞൊരു ലേഡി ആകട്ടെ ഇപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അതില് പണ്ടവള് സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്ന സമയത്ത് അവളെ എബ്യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു നോബിൾ മാനെ അവൾ കൊന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ഈ ഒരു പാലസിലെ ജനറൽ വന്നിട്ട് താൻ പറയുന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ അവളെ രക്ഷിക്കാമെന്നും അവൾക്കൊരു ജീവിതം കൊടുക്കാമെന്നും താൻ തന്റെ യഥാർത്ഥ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നും അപ്പൊ അവൻ പ്രതികരിക്കുന്നു പറഞ്ഞത് അവളിപ്പോ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർത്ത് നോക്കുമ്പോൾ ഈ ഒരു കിങ്ങിന്റെ മിസ്സിങ്ങിന് പുറകില് ആ നാട്ടിലെ ജനറൽ ആണോന്ന് അവൾക്കൊരു സംശയമൊക്കെ ഉണ്ട്. ഇതേ നേരം തന്നെ ഈഹണും യോൻജിയും കൂടി ഒരുപാട് നടന്നിട്ട് ലാസ്റ്റ് ഒരു വീട്ടിലൊക്കെ അവര് കേറുന്ന സമയത്ത് ഇവിടെ ആരും തന്നെ ഉണ്ടാവില്ലെന്നും ഇത് തന്റെ ഹണ്ടിങ് ഗ്രൗണ്ട് ആണെന്നും താൻ ഈ നാട്ടിലെ കിങ് ആണെന്നും വീണ്ടും ഈഹട് ഒരുപാട് തവണ അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അവളാകട്ടെ ശരിക്കും അവന് വട്ടാന്ന് വിചാരിച്ച് അവൻ പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ അവർ ആ ഒരു വീട്ടിലേക്ക് കയറി അവളുടെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞ കാരണം അവൾ
അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കെ തന്നെ അവിടെ ഒരു റൂമിൽ നിന്ന് കുറെ സൗണ്ട് ഒക്കെ കേട്ട് അവൾ അത് പോയി ചെന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ പോലെ തന്നെ പഴയൊരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അവള് കാണുന്നത്. അവളും ഇനി എങ്ങാനും വല്ല സിനിമയിൽ അഭിനയിക്കുന്ന ആളാണോ എന്ന് ചോദിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാണ് യോൻജി. മാത്രമല്ല നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് കാണിക്കുന്നതെന്ന് അവൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത് ഇവിടുത്തെ കിങ്ങിന്റെ ഹണ്ടിങ് ഗ്രൗണ്ട് ആണെന്നും ഇവിടെ ഏതെങ്കിലും സ്ത്രീകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഒരു സ്ത്രീകളെ എല്ലാവരും കിങ്ങിന്റെ സോൾജേഴ്സ് അവന്റെ പാലസിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ ആ ഒരു പെൺകുട്ടി ഇപ്പോൾ യോൻജിയുടെ അടുത്ത് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ആകെ തല പെരുത്ത് വരാണ് അവൾക്ക്. മാത്രമല്ല അവൾ പറയുന്ന പല കാര്യങ്ങളും ആ ഒരു പെൺകുട്ടി കേട്ടിട്ടില്ലാത്തതുകൊണ്ടും അവരുടെ വീട്ടിൽ ഒരു ലൈറ്റ് പോലും ഇല്ലാത്തൊക്കെ കാണുമ്പോൾ ശരിക്കും അവൾ ഇങ്ങെങ്ങാനും ടൈം ട്രാവൽ ചെയ്ത് വന്നു എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവള് ആ ഒരു പെൺകുഴിയുടെ അടുത്ത് ഈ ഒരു വർഷം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇത് മങ്കിയുടെ ഇയർ ആണെന്ന് ആ ഒരു കുട്ടി പറയുന്നുണ്ട്. കാരണം പണ്ട് കൊറിയൻസ് അവരുടെ പണ്ടത്തെ വർഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു എനിമൽസിന്റെ പേര് വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമാണോ റിയൽ ആണോ എന്ന് മനസ്സിലാവാതിരിക്കുകയാണ് അവള്. ഇതേ നേരം അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് അവര് രണ്ടുപേരും ഒന്ന് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വിശക്കുമ്പോൾ യോൻജി ഇപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്നും അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഫുഡ് കഴിക്കാമെന്നും തീരുമാനിക്കുന്നുണ്ട്. മാത്രമല്ല ഫുഡ് കഴിച്ച് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബാഗ് എടുത്ത് അതിലുള്ള ഫോണും നോക്കിയിട്ട് ഇതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് യോൻജി അവളുടെ 2025 ഒരു സീക്രട്ട് റെസിപ്പി ഒക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫുഡ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവളത് ആ ഒരു പെൺകുട്ടിക്കും കിങ് ആയിട്ട് അവൾ അവിടെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ഗീഹണ്ണും കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു കവൾ കഴിക്കുമ്പോൾ തന്നെ അത് അത്രയും സ്പൈസി ആയിരുന്നുകൊണ്ട് അവർക്കത് വിഴുങ്ങാൻ പറ്റാണ്ട് നീ എന്നെ കൊല്ലാൻ നോക്കാണോ എന്ന് ഗീഹൺ അവളുടെ അടുത്ത് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും കൃത്യം സെക്കൻഡുകൾ കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റ് മാറിയിട്ട് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ടേസ്റ്റിലേക്ക് അത് എത്തുന്നുണ്ട്. സോ അതിലൂടെ തന്നെ ആ ഒരു പെൺകുട്ടിക്കും കിങ്ങിനും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു മാത്രമല്ല അവരിപ്പോ അത് നല്ല പോലെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലത്തൊക്കെ ആദ്യമായിട്ടാണ് അവർ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് കഴിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അത്ര നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അവൾ ഉണ്ടാക്കിയ ഫുഡ് ഇപ്പൊ യോൻജി തന്നെ അവന് ഒരു സ്പൂൺ കൊണ്ട് വാരി അവന് വായിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് പണ്ട് അവന്റെ അമ്മ അവൻ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വായിൽ വെച്ച് കൊടുത്തതൊക്കെയാണ് അവന് ഓർമ്മ വരുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു മെമ്മറീസ് ഒക്കെ ആലോചിച്ച് തന്റെ അമ്മ അത്രയും മിസ് ചെയ്ത് അവനിപ്പോ കരയുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് അപ്പൊ പോലും ശരിക്കും അവൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ സത്യമാണെന്ന് തിരിച്ചറിയാതെ അവൻ ഒരു കൺട്രിയുടെ കിങ് ആണെന്ന് അറിയാതെ അവളിപ്പോ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് തനിക്ക് എങ്ങനെയെങ്കിലും ഒരു മലയുടെ മുകളിൽ നിന്ന് വീണ്ടും തന്റെ ബാഗ് തിരിച്ചു വിടണമെന്നും അതില്ലാണ്ട് തന്റെ ഒരു കാര്യങ്ങളും നടക്കില്ലെന്നൊക്കെ പറഞ്ഞ് അവളുടെ സഹായത്തോടു കൂടി ആ ഒരു മൗണ്ടെയിനിലേക്ക് പോയിട്ട് അവളുടെ ഒരു ബാഗ് സെർച്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ഇൻ കേസ് അവളിപ്പോ ടൈം ട്രാവൽ ചെയ്ത് വന്നാണെങ്കിലും അതിലെ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഹിന്റ് അവൾക്ക് കിട്ടുന്നതാണ് അവളിപ്പോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു കിങ്ങിനെ അവിടെ തന്നെ ഇരുത്തിയിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പുഴയുടെ സൈഡിലേക്കൊക്കെ പോയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ കിങ്ങിനെ ഒരു കണക്കിന് അവന്റെ സോൾജേഴ്സ് ഒക്കെ വന്ന് കണ്ടുപിടിച്ച് അവനെ രക്ഷപ്പെടുത്തുമ്പോൾ തന്നെ തനിക്കെതിരെ ഒരു ട്രൈറ്റർ ഉണ്ടെന്നും അവളെ കണ്ടുപിടിക്കാനും അവൻ അവരുടെ സോൾജേഴ്സിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ താനിപ്പോ നിൽക്കുന്നത് ഒരു ജോസിയൻ എറയിലാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാതെ ഇതെല്ലാം ഒരു സ്വപ്നമാണെന്ന് കരുതിയിട്ടായിരിക്കാം അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന യോൻജി ഇപ്പോൾ വഴിക്കോടെ പഴയ പോലെ തന്റെ കിങ്ങിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് സോൾജേഴ്സിനൊപ്പം പോയിക്കൊണ്ടിരിക്കുന്ന യോഹണ്ണെ നോക്കി ടാറ്റ കൊടുക്കുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബുക്കിലൂടെയാണ് നമ്മുടെ യോൻജി ഇപ്പോൾ ഈ ഒരു ജോസിയൻ ഏരിയയിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടക്കുന്ന ചെറിയ ചെറിയ ഫൈറ്റ് ഒക്കെ ശരിക്കും കോമഡി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഡ്രാമ കൂടിയാണിത്. സോ എനിവേ ഇനി എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നടക്കാൻ പോകുന്നതെന്നും അവൾക്ക് തിരിച്ചിനി പ്രസന്റ് ഇയറിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ ഡ്രാമ ഇഷ്ടപ്പെട്ടവർ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.